അവനാണ് സ്ഥാനോട്ടാ. അവനാണ്. നമസ്കാരം. സത്യം കൊണ്ടേ. ഓ എങ്ങനെയുണ്ടായിരുന്നു ബോംബെ യാത്ര? അടിപൊളി യാത്രയായിരുന്നു സാർ. ആ യാത്രയെക്കുറിച്ചൊന്ന് സംസാരിക്കാനായിട്ട് സാറങ്ങൾ ചെല്ലാൻ പറഞ്ഞു. യാത്ര വിവരണം ഞാനൊരു പേപ്പറിലേക്ക് അയച്ചു തന്നാലോ? വേണ്ടടാ, നേരിട്ട് തന്നെ വന്ന് സംസാരിച്ചാൽ മതി. നിർമ്മലി, മുംബൈയില് ഞാനൊരു ഷോപ്പ് നോക്കി പോയതാണ് സാറേ. ഇവിടെ ഇരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ പിന്നെ മൊത്തം മുംബൈക്ക് താമസം മാറ്റാന്ന് വിചാരിച്ചു. ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് സത്യനാഥൻ എങ്ങോട്ടാ പോയത്? ഞാൻ നേരെ ഇങ്ങോട്ട് വന്നു സാറേ. അല്ലല്ലോ, സത്യനാഥന്റെ ഫോൺ നമ്മൾ ട്രേസ് ചെയ്യുന്നുണ്ടായിരുന്നു. സത്യനാഥൻ ഒരു കോളനിയിൽ പോയിട്ടുണ്ട്, ജനങ്ങളെ തിങ്ങിപ്പാർക്കുന്ന ഒരു കോളനി. അവിടെ ഒരു ക്രിമിനൽ സംഘം ഉണ്ടെന്നും, സംഘം എന്ന് പറഞ്ഞാൽ ഒരു ഭീകര സംഘടന ഉണ്ടെന്നൊക്കെയാണ് നമ്മൾ സംശയിക്കുന്നത്. സത്യനാഥൻ എന്തിനാ അവിടെ പോയത്? ഒരു വീട് വാടകയ്ക്ക് നോക്കി പോയതാ സാർ. വീട് നോക്കി പോയത്? അതെ സാർ. ഞാനിവിടുന്ന് മുംബൈക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എനിക്കും ഭാര്യയ്ക്കും താമസിക്കാൻ ഒരു വീട് വേണമല്ലോ, അത് നോക്കി പോയതാ സാർ. സത്യനാഥന് എല്ലാത്തിനും മറുപടി ഉണ്ടല്ലോ, നേരത്തെ ആലോചിച്ചുറപ്പിച്ചതുപോലെ. സാധാരണ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾക്കാരാണ് ഇത്ര കൃത്യമായി ഉണ്ടാക്കി പറയാം, ഒരു തപ്പലും ഇല്ലാതെ. ഇനി ഞാൻ തപ്പിക്കൊള്ളാം സാർ. അവിടെ വീട് വാടകയ്ക്കണമെന്ന് എന്നോട് ആരാ പറഞ്ഞേ? അത് പിന്നെ എന്റെ ഓർമ്മയിൽ തപ്പാണ്ട് കാര്യം പറ. എന്റെ പൊന്നു സാറേ, എന്റെ കൂടെ ജയിലിൽ കിടന്ന ഒരു ബ്രോക്കറാണ് പറഞ്ഞ അവിടെ വീട് വാടക കൊടുക്കാനുണ്ടെന്ന്. ഞാൻ ഇറങ്ങണതിന് മുമ്പ് അയാൾ ഇറങ്ങി. ഞാൻ ഇറങ്ങി കഴിഞ്ഞപ്പോൾ അയാൾ പുറത്ത് കാറുമായിട്ട് കാത്തിപ്പെട്ടായിരുന്നു. ആളെ അവിടെ കൊണ്ടുപോയതും വീട് കാണിച്ചു തന്നു. താൻ പറയണൊക്കെ സത്യമാണല്ലോ? സത്യമാണ് സാറേ. എന്തിനാ കള്ളം പറയുന്നേ? ഞാൻ കള്ളം പറഞ്ഞിട്ടേ ഇല്ല. എന്തിനാ പോലീസിനോട് കള്ളം പറഞ്ഞത്? എടി, മറ്റവര് തോക്കും ബോംബൊക്കെ ഉള്ള ആൾക്കാരാണ്. അവരെ കുറിച്ച് ഇവരോട് വല്ലതും പറഞ്ഞാൽ അത് ഇതിനേക്കാൾ പ്രശ്നമാവും. നമ്മൾ ആരെയും കണ്ടിട്ടില്ല, നമുക്കൊന്നും അറിയേയില്ല. എന്തിനാ ഈ ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ പോകുന്നത്? ഹൈ, ഞാൻ പോണതാണോ? ഓരോരുത്തന്മാരെ ഒന്നെ കൊണ്ടുപോകുന്നല്ലേ. മുതലാളി പറഞ്ഞ പോലെ ആസിഡ് കരിമരുന്ന് കുപ്പിച്ചില്ലൊക്കെ എടുത്തു കളഞ്ഞു. ഇനി പഴയതുപോലെ ആക്കാൻ എന്ത് ചെയ്യും? ഒന്നും പഴയതാക്കണ്ട. പുതിയതുപോലെ അങ്ങോട്ട് വിറ്റാ മതി. ഇല്ലെങ്കിൽ നമ്മൾ അകത്ത് കിടന്ന് പഴയതാവും. ഇതാവുമ്പോ മനസമാധാനം ഉണ്ടല്ലോ. നീ എന്തായി കാണിക്കുന്നേ? എന്നാ മര്യാദകളാ സാറേ കാണിക്കുന്നത്? വേലി കെട്ടുന്നതാണോ മര്യാദകേട്? എന്നെ കിണറ്റിന്റെ കുറുകെ വന്ന് വേലി കെട്ടാൻ ഞാൻ സമ്മതിക്കുകയല്ല. എടോ, ഇത് കോടതി ഉത്തരവും പ്രകാരമാണ് വേലി കെട്ടുന്നത്. പിന്നെ ആധാരപ്രകാരം പകുതി ഈ പറമ്പിലല്ലേ? ആധാരപ്രകാരം പകുതി ഈ പറമ്പിലാണല്ലോ. ഞാൻ ഈ കണ്ടി ചാടി ചാകാൻ പോവുക. എന്നെ ആരും വിടാനാ പറഞ്ഞത്? ഞാൻ എന്റെ കണ്ടി ചാടി ചാകാൻ പോവുക. ഹലോ, എന്തൊരു കഷ്ടമാന്ന് പറ. ഭയങ്കര കഷ്ടം. ഇവിടെ പറഞ്ഞതാ. എന്നാലും എന്റെ സൂസ, നീ കാണിച്ചോട്ട് ശരിയായില്ല. ഞങ്ങക്ക് വെള്ളം കുടിക്കണ്ടേ? കുടിപ്പിക്കലടി, ഒരു തുള്ളി വെള്ളം കുടിപ്പിക്കല. എന്റെ അതിർത്തിക്കകത്തോളം പകുതി കിണറുണ്ടല്ലോ, അത് ഞാൻ കക്കൂസാക്കും. നീയൊക്കെ വെള്ളം കുടിക്കുന്ന എനിക്കൊന്ന് കാണണം. അപ്പച്ചനാ. ഒന്ന് വേഗം കെട്ടി തീർക്കടോ. മോളെ, എന്റെ മോളിങ്ങി പോരെ. അപ്പച്ചനും അമ്മച്ചി എല്ലാം മറക്കാം, ഒരു പ്രശ്നവുമില്ല. അവനാണെങ്കിൽ ലോകത്തുള്ള എല്ലാ ജയിലും നിറഞ്ഞു നടക്കുക. അപ്പച്ച, ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. അന്ന് മുംബൈ വെച്ച് അറിയാണ്ട് പെട്ടുപോയതാ. 4-5 മാസമായിട്ട് ഒരു കുഴപ്പമില്ല. എല്ലാം തീർന്നു. മോളെ, ഒന്നും തീർന്നിട്ടില്ല. ഇപ്പൊ ഞങ്ങൾ ടിവിയിൽ കണ്ടതേ ഉള്ളൂ. പ്രസിഡന്റ് വീണ്ടും അങ്ങോട്ട് വരുന്നുണ്ട്. ഇത്രേ വൈദ്യരുടെ ചികിത്സയിൽ ഗണ്യമായ പുരോഗതി കണ്ടതിനെ തുടർന്നാണ് അദ്ദേഹം പത്നിയുമായി വീണ്ടും നമ്മുടെ നാട്ടിൽ എത്തുന്നത്. ആയുർവേദ ചികിത്സാ രംഗത്ത് വലിയ മുന്നേറ്റത്തിന് ഇത് സഹായകരമാകുമെന്ന് പല പ്രമുഖരും വിലയിരുത്തുന്നു. നമ്മുടെ കൊച്ചു കേരളം രാഷ്ട്രപതിയെ വരവേൽക്കാൻ വീണ്ടും ഒരുങ്ങുകയാണ്. പ്രസിഡന്റ് അപ്പോ വരുവേ. നമസ്കാരം സാറേ. ഇവിടെ വഴി അടച്ചോണ്ടേ തോട് ചാടിക്കിടന്ന് വേണം വരെ, അതുകൊണ്ട് നേരത്തെ വന്നത്. കുറച്ചുകൂടി വൈകി സ്റ്റേഷനിലേക്ക് വന്നു. എന്നാ പിന്നെ ഇറങ്ങാല്ലേ? പോയി കയറ്. അവനെ കൊണ്ടുപോകല്ലേ സാറേ, അവനെ കൊണ്ടുപോകല്ലേ സാറേ. ഇയാളുടെ മനസ്സ് മാറിയ. കൊണ്ടുപോകല്ലേ സാറേ, കൊണ്ടുപോകല്ലേ. ഞാൻ ഒന്ന് കണ്ടോട്ടെ. അയ്യോ സാറേ, വിലങ്ങ് വെക്കുന്നില്ലേ? അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്നാലും ഒരു കയറെങ്കിലിട്ടൊന്ന് കെട്ടായിരുന്നു. ഇതിപ്പോ എന്നാത്തിനാ സാറേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നത്? സ്ഥിരമായിട്ട് അവിടെ അങ്ങ് താമസിപ്പിച്ചോ? ഓ പിന്നെ ഗൾഫിൽ പോകുമല്ലോ, ടാറ്റ പറയാ. ഈ മുംബൈ ജയില് ഇതുപോലൊന്നുമല്ല, കാണാൻ ഭയങ്കര വലുതാ. ഈ ബോംബെ ജയിലിൽ മേസ്ത്രിമാരുണ്ടാവുക? അവിടെ എല്ലാവരും മേസ്ത്രിമാരാ.
അത് ശരി. അവിടുത്തെ പോലീസുകാരൊക്കെ ഫ്രണ്ട്ലി ആണോ? പിന്നെ ഫ്രണ്ടിലുണ്ട് ബാക്കിലുണ്ട്. ഓ അവിടെ ഡോൺമാർ ആവശ്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ പ്രൊഫൈല് വാട്സപ്പ് ചെയ്ത് തരാം. പെട്ടെന്ന് അയക്കട്ടാ, ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും വെച്ചാലാ. ഹായ് ബ്രോ. ആ മാറിക്കടാ. ഓ ഇത്ര ഉള്ളോ ഡോൺ? അല്ല ചേട്ടന് ഇതുവരെ ഇറങ്ങിയില്ലേ? ഞാൻ നിന്നെ പോലെ കരുതൽ തടങ്കലല്ലേ, പിന്നെ ഞാൻ ഗുണ്ടാലിസ്റ്റിലുണ്ടെന്നേ. അത് ശരിയാ, ഗുണ്ടാലിസിലായി പിന്നെ തീർന്ന് ഏത് VIP വന്നാലും അത് തന്നെ അല്ലേ? വരട്ടിരിക്കി ഇരിക്കും. എനിക്ക് അടുക്കളയിൽ കുറച്ച് പണിയുണ്ടേ. പ്രശ്നം അതെ, അന്നത്തെ ആ സംഭവം ഞാൻ അറിഞ്ഞിട്ടല്ല കേട്ടോ. എവിടെയാ? നമ്മൾ തമ്മിൽ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാനും ശരിക്കും സർപ്രൈസ് ആയി പോയി. ഹലോ, TV ടൈം കഴിഞ്ഞല്ലോ, പിന്നെന്താ ഇവിടെ? ഞാൻ ഇങ്ങോട്ടാ ഉദ്ദേശിച്ചത്, പക്ഷെ അങ്ങോട്ട് വഴി മാറിപ്പോയി. ഞാൻ പരാതിപ്പെട്ടിരുന്നെങ്കിൽ നീ പെട്ടേനെ. അവർക്കകത്ത് കയറാൻ വഴിയൊരുക്കിയത് നീയല്ലേ? സോറി. അല്ല, അവരാരായിരുന്നു? എൻ്റെ ഭാര്യയുടെ ചേട്ടൻ. അവന് ഇത്തിരി പശക. ചിലപ്പോൾ അവരുടെ കൊട്ടേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ എൻ്റെ ന്യൂസൊക്കെ കേട്ടിട്ട് എന്നോട് ദേഷ്യം തോന്നി വേറെ ആരെങ്കിലും. ഞാൻ എന്തായാലും പെട്ടു. നീ കൂടി പെടണ്ടെന്ന് വെച്ചിട്ടാ ഞാൻ പിന്നെ പരാതിപ്പെടാതിരുന്നത്. താങ്ക് യു. താങ്ക് യു ഒന്നും വേണ്ട. എനിക്കൊരു ഉപകാരം ചെയ്യും. ഞാനോ? ഞാനെന്ത് ചെയ്യാനാ? നിന്റെ നാട് വരെ ഒന്ന് പോകും. അയ്യോ, ഞാനിപ്പോൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര ക്രൈമാവും. ഇപ്പോഴല്ല, നീ പുറത്തു പോകുമ്പോൾ. ആ, പുറത്ത് പോകുമ്പോൾ. എന്നിട്ട് ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ നമ്പർ തരാം. അവനോട് അവൻ്റെ കൂട്ടുകാരനൊന്ന് വിളിക്കാൻ പറയണം. എൻ്റെ മോളുടെ പേരിൽ കുറച്ച് കാശ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് കളക്ട് ചെയ്ത് അവൻ ചെയ്തോളൂ. അത് അല്ല, ഞാൻ ഇതൊക്കെ ആരോടാ പറയേണ്ടത്? ആരാണ് അവൻ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എൻ്റെ അളിയൻ, ഭാര്യയുടെ ചേട്ടൻ. കൊട്ടേഷൻ? ദ സെയിം അളിയൻ? നീ പേടിക്കണ്ട, അവർക്ക് എന്നോട് ദേഷ്യം. എന്നൊന്നും ചെയ്യില്ല. പക്ഷേ ഞാൻ പോയി എൻ്റെ രീതിയിൽ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടാണ് എന്നെ എന്തെങ്കിലും ചെയ്യും.